ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതാണ് വീഡിയോ. എങ്ങനെയാണ് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചെമ്പരത്തി പൂവും ഇലയും മുട്ടുമാണ്. റെഡ് കളറിലുള്ള 5 ഇതൾ ചെമ്പരത്തിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചെമ്പരത്തി ഇലയും പൂവും ഒക്കെ മുടിക്ക് നല്ലതാണ്. ചെമ്പരത്തി ഇല ഉപയോഗിച്ച് താളിയും ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 5 പൂവുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചൊരു 4-5 മുട്ടും പിന്നെ ഒരു കൈയിലേക്കുള്ള ഇലയും എടുത്തിട്ടുണ്ട്. ഇത്രയും പൂവെങ്കിലും എടുക്കണം. ഇനി അടുത്തത് തെച്ചിപ്പൂവാണ്. കുറച്ച് പൂ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വേണ്ടത് കറിവേപ്പിലയാണ്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. കടയിൽ നിന്ന് വാങ്ങി കറിവേപ്പില ഉപയോഗിക്കേണ്ട. അത് ഒരു കൈയിലോട്ടുള്ള കറിവേപ്പില എടുക്കണം. മറ്റ് ഇൻഗ്രീഡിയൻസിനെക്കാട്ടിൽ കറിവേപ്പില കൂടിയാലും കുഴപ്പമില്ല, മുടിക്ക് നല്ലതാണ്. ഇത് കയ്യൂന്നിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റും കയ്യൂന്നിയാണ്. ഇത് മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും. ഇത് പറമ്പിലൊക്കെ കാണും. ഇതിലൊരു വെളുത്ത കളറിലെ പൂ ഉണ്ടാവും. ഇത് ഒരു കൈ കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ വേരും തണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ. തണ്ടൊക്കെ ആണെങ്കിൽ ചതച്ചെടുക്കണം. അടുത്തത് വേണ്ടത് പൂവാങ്കുരുന്തലാണ്. ഇനി വേണ്ടത് തുളസിയാണ്. ഒരു കൈ തുളസി എടുത്താൽ മതിയായിരിക്കും. ഏത് തുളസി വേണമെങ്കിലും എടുക്കാം. അടുത്തത് കറ്റാർവാഴയാണ് വേണ്ടത്. കറ്റാർവാഴ മുടി വളരാൻ ഹെൽപ്പ് ചെയ്യും. സ്പ്ലിറ്റൻസ് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഞാനിവിടെ കറ്റാർവാഴയുടെ ഒരു ലീഫാണ് എടുക്കുന്നത്. കറ്റാർവാഴ മുറിച്ചിട്ട് അത് എവിടെയെങ്കിലും ചാരി വെക്കണം. ഇതിൽ നിന്നൊരു മഞ്ഞ കളറിലെ കറയുണ്ട്. ആ കറ മുഴുവനായിട്ട് പോയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നാലും മതി. ഈ കളറിലൊരു കറ വരും. ഈ സാധനങ്ങളെല്ലാം വീട്ടിൽ നിന്ന് തന്നെയുള്ള സാധനങ്ങളാണ്. ചെമ്പരത്തി പൂവ്, ചെമ്പരത്തി ഇല, കയ്യൂന്നി, ചെമ്പരത്തി പൂമുട്ട്, പൂവാങ്കുരുന്നൽ, കറിവേപ്പില, പിന്നെ തെച്ചിപ്പൂവും തുളസിയിലയും. ഇത് കൂടാതെ ഞാൻ വേപ്പില എടുത്തിട്ടുണ്ടായിരുന്നു 2 തണ്ട്. വീഡിയോ അതിൻ്റെ എടുക്കാൻ കഴിഞ്ഞില്ല. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. ഞാൻ 4 വലിയ നെല്ലിക്കയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ കറ്റാർവാഴയും ഉണ്ട്. ഇതെല്ലാം ഇലകളെല്ലാം മിക്സിയിലിട്ട് അരച്ചെടുക്കണം. കറ്റാർവാഴ കുറച്ചിട്ട് അരച്ചെടുത്താൽ മതി. ഇത് വേറെ വെള്ളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ ഞാൻ 1/2 ലിറ്റർ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ മുഴുവൻ ആദ്യമേ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ ചൂടാവുന്നത് വരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം ലോ ഫ്ലെയിമിലും വെക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഉലുവാപ്പൊടി അല്ലെങ്കിൽ ഉലുവ കുതിർത്തി ഇലകളുടെ കൂടെ അരച്ചാലും മതിയായിരിക്കും. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം. ഇതിൽ തെച്ചിപ്പൂവും ചെമ്പരത്തിപ്പൂവും ഒഴിച്ച് ബാക്കിയെല്ലാം അരച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി ലോ ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ഇത് നല്ലതുപോലെ തിളച്ച് വരണം. തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് റെഡി ആവാനായിട്ട് 1 അവറോളം എടുക്കും. അത്രയും നേരം നല്ലതുപോലെ ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തെച്ചിപ്പൂവും ചെമ്പരത്തിപ്പൂവും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ എണ്ണ മുടി വളരാനായിട്ട് സഹായിക്കും. താരനുണ്ടെങ്കിൽ അത് പോവാനായിട്ട് സഹായിക്കും. ഉലുവയൊക്കെ താരന് നല്ലതാണ്. എന്തെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക് ഇത് എഫക്റ്റീവ് ആയിരിക്കത്തില്ല. ഉദാഹരണം തൈറോയിഡ് പോലെ. അങ്ങനെയൊന്നും അല്ലാതെ മുടി വളരാനും താരൻ പോവാനും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ലതുപോലെ മുടി വളരും. സ്പ്ലിറ്റൻസ് ഇല്ലാതാവും. ഇതിൽ ഞാൻ മൈലാഞ്ചിയും കരിഞ്ജീരകവും ഒന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. കരിഞ്ജീരകം ഉലുവ ഇടുന്ന സമയത്തും മൈലാഞ്ചിയുടെ ഇല മറ്റിലകൾ അരയ്ക്കുന്ന കൂട്ടത്തിലും ഇട്ടാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ, പച്ച നിറം തന്നെയാണ്. ഇത് മാറി ഒരു ബ്രൗൺ കളറിലോട്ട് വരും. അപ്പോഴാണ് നമ്മുടെ എണ്ണയാവുന്നത്. ഈ എണ്ണ ഉണ്ടാക്കുമ്പോൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇനി കരിഞ്ഞു പോവാണെങ്കിൽ അത് ഉപയോഗിക്കരുത്. ഇനി ഞാൻ എങ്ങനെയാണ് എണ്ണ അപ്ലൈ ചെയ്യുന്നതെന്ന് പറയാം. ഞാൻ ആഴ്ചയിൽ 2 ദിവസം മാത്രമേ എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. എണ്ണ പുരട്ടിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ കഴുകി കളയുന്നത്. ഒന്നുകിൽ ഷാമ്പുവോ അല്ലെങ്കിൽ ചെമ്പരത്തിത്താളിയോ ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ ഉണ്ടാക്കിയതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ 1 വർഷത്തോളം കേടുകൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. എന്തുപയോഗിച്ചാലും അത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. 1-2 ആഴ്ച ഉപയോഗിച്ചത് കൊണ്ട് റിസൾട്ട് ഉണ്ടാവണം എന്നില്ല. എനിക്കിത് ഉപയോഗിച്ചപ്പോൾ ബേബി ഹെയർ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്.
സ്പ്ലിറ്റ് എൻഡ്സ് കുറയും, പിന്നെ താരൻ പോവും, മുടി കട്ടിക്ക് വളരാൻ നല്ലതാണ്. തലനീരിറക്കമൊക്കെ ഉണ്ടാകുന്നവർ എണ്ണ ഒത്തിരി നേരം തലയിലിടണമെന്നില്ല. ഇപ്പോൾ നമ്മൾ എണ്ണയിൽ ചേർത്തിട്ടുള്ള പച്ചമരുന്നിൻ്റെയൊക്കെ നിറം മാറി വരുന്നുണ്ട്. എണ്ണയുടെ കളറും മാറിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ആകാനുണ്ട്. ഇതൊരു ബ്രൗൺ കളറിലോട്ട് മാറും. ഈ കൂട്ടൊക്കെ ബ്രൗൺ കളറിലോട്ട് മാറും. നമ്മുടെ എണ്ണയ്ക്കൊരു പച്ച കളറാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കറിയാൻ പറ്റും എണ്ണ റെഡിയാവുമ്പം. ഇനി ഒരു 10 മിനിറ്റും കൂടാണ് ഞാൻ ഫ്ലെയിമിലിടുന്നത്. അപ്പോഴേക്ക് റെഡിയാവും. എണ്ണ കാച്ചണം എന്ന് ആഗ്രഹമുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ എന്നെ കമൻസിലൂടെ അറിയിക്കണം. ഇവിടെ ഞാൻ 1/2 ലിറ്റർ എണ്ണയിലാണ് ഉണ്ടാക്കിയത്. 1 ലിറ്റർ എണ്ണ എടുക്കുകയാണെങ്കിൽ മറ്റ് ഇൻഗ്രീഡിയൻസും കൂട്ടണം. ഇപ്പോൾ ഈ കളറായിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഈ എണ്ണ ഈ പാത്രത്തിൽ തന്നെ വെക്കണം. തണുത്തതിന് ശേഷം ഇന്നോ അല്ലെങ്കിൽ നാളെയോ എടുത്താൽ മതി. ഇതാണ് എണ്ണയാവുമ്പോഴുള്ള കളറ്. ഇപ്പോൾ എണ്ണ തണുത്തിട്ടുണ്ട്, നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി നല്ല വൃത്തിയുള്ളൊരു തുണിയിൽ ഈ എണ്ണ അരിച്ചെടുക്കണം. എണ്ണ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എണ്ണ. ഇനി ഞാൻ ഈ എണ്ണയുടെ കളർ കാണിക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.